ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിൻ്റെ പ്രയാണം 63 നായന്മാരിലൂടെ മുരുക നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. ശിവ ആരാധനയുടെ ഉത്തമ പ്രവർത്തികൾ എന്ന് പറയുന്നത് പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുക, പുഷ്പമാലകൾ അർപ്പിക്കുക, പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക എന്നിവയാണ്. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതിലൂടെ ജനന മരണ രോഗത്തിൽ നിന്ന് ഉടനടി മോചനം ലഭിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇത്തരം ആരാധനയിലൂടെ മനതൃപ്തി ഉണ്ടായി വന്ന ഒരു ഭക്തനായിരുന്നു മുരുക നായനാർ. തിരുപ്പുക്കല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. മറ്റു നായന്മാരും അദ്ദേഹത്തെ പ്രശസ്തനാക്കി. സൂര്യോദയത്തിനു മുൻപ് തന്നെ കുളി കഴിഞ്ഞ് പുണ്യഭസ്മം പൂശി ഉദ്യാനത്തിലേക്ക് ഒരു കൂടയുമായി നടക്കും. ശിവ ആഗമത്തിൽ പറഞ്ഞതുപോലെ പല വർണ്ണത്തിലുള്ള പൂക്കൾ കൊണ്ട് മാലകൾ ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്നത് പതിവാണ്. ഒരു ദിവസം മഹാനായ തിരുജ്ഞാന സംബന്ധർ മുരുക നായനാരുടെ അടുത്തെത്തി. മുരുക നായനാർ അദ്ദേഹത്തെ യഥാവിധി സ്വീകരിച്ചിരുത്തി ആതിഥ്യ മര്യാദകൾ ചെയ്തു. സംബന്ധർക്ക് വളരെ സന്തോഷമായി. ഉറ്റ സുഹൃത്തായി സ്വീകരിച്ചു. സംബന്ധരുടെ വിവാഹത്തിന് പങ്കെടുക്കാനുള്ള ഭാഗ്യവും മുരുക നായനാർക്ക് സാധിച്ചു. എല്ലാ അപൂർവങ്ങളിലും അപൂർവമായത് മഹാനായ ഒരാളെ പ്രണയിച്ച് തൻ്റെ പക്ഷത്തേക്ക് നേടുക എന്നതാണ്. മുരുക നായനാരുടെ ഭക്തി അദ്ദേഹത്തിന് സംബന്ധരിന്റെ സൗഹൃദവും അതുവഴി ദൈവ സാക്ഷാത്കാരവും നേടുവാൻ സാധിച്ചു. തിരുജ്ഞാന സംബന്ധരെ കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.